ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഈ ഇയർ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമായിരുന്നു, ബാക്ക്ലോഗ് വരുത്തരുത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ പറ്റണം, സമയം ഒട്ടും കളയരുത്. അപ്പം അങ്ങനെ ഒക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലൂടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ പ്രിപ്പറേഷൻ. പക്ഷേ നമ്മളെപ്പോഴും വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. കുറേ ബാക്ക്ലോഗുണ്ട്. പിന്നെ അതുപോലെ തന്നെ സമയം കുറേ നഷ്ടമായി. പക്ഷേ എനിക്ക് അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. തുടക്കമല്ലേ ആയിട്ടുള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ. പക്ഷേ സമയം ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കാനും പറ്റത്തില്ല. ഇനിയും വീണ്ടും പഴയ ട്രാക്കിലോട്ട് വരണം, കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ചു തുടങ്ങണം. കുറേ ദിവസം ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു വന്നിട്ട് പെട്ടെന്നൊരു ബ്രേക്ക് എടുത്തപ്പം വീണ്ടും ട്രാക്കിലോട്ട് വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന്. കാരണം ഇങ്ങനെ വീഡിയോസ് ഇടുമ്പം ഞാൻ ഭയങ്കരമായിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആവാറുണ്ട്. എൻ്റെ നേരത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് സെൽഫായിട്ടൊരു അസസ്മെൻറ്റിന് സാധിക്കാറുണ്ട്. കാരണം ഇത്രയും മതിയോ, ഞാൻ പഠിച്ചത് ഓക്കെ ആണോ എന്ന് എനിക്ക് തന്നെ തോന്നും. ഇപ്പോൾ എന്തെങ്കിലും ഓക്കെ, ഇന്ന് ഇത്രയും പഠിച്ചത് പോരാ, അങ്ങനെയൊക്കെയുള്ള തോട്ട് എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നത്. ഇപ്പം തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പം ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് എവിടെ നിന്നില്ലാത്തൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് ആണ് ഞാനിങ്ങനെ വീഡിയോ ഒന്ന് ഇട്ടത്. ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള റീസൺ അതാണ്. പിന്നെ ഇപ്പം ബാക്ക്ലോഗ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളിരുന്ന് കഴിഞ്ഞാൽ ദിവസങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് വീണ്ടും പഠിച്ചു തുടങ്ങണം. ഇനിയാണെങ്കിൽ GIBക്ക് അധികം ദിവസമൊന്നുമില്ല, ഒരു 8 ദിവസം ഉള്ളൂ GIB. പിന്നെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും കുറേ ദിവസം ഇങ്ങനെ ബുക്കൊന്നും എടുക്കാത്തതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ പോലെ. അതുകൊണ്ട് ഒരു പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്യണം GIBക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ ഇയർ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു ഓഫ്ലൈൻ എക്സാമാണ് GIB. അതുകൊണ്ട് നമ്മൾ പറ്റുന്നതിൽ മാക്സിമം എഫേർട്ട് ഇട്ട് നല്ലൊരു മാർക്ക് വാങ്ങാൻ നോക്കണം. പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും. നമുക്ക് നമ്മുടെ തെറ്റുകൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എവിടെയാണ് നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് എക്സാം കഴിഞ്ഞിട്ടുള്ള അനാലിസിസിൽ നമുക്ക് വ്യക്തമാകാൻ പറ്റും. പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം മാർക്കൊന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഡള്ളാവുക, എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് തോന്നുക, അതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്. പിന്നെ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻസ്. അപ്പോൾ ഇതൊന്നും ആവാതെ നമ്മുടെ എന്താ പറയുക, ഒരു ലക്ഷ്യത്തിലോട്ടുള്ള ഒരു ചവിട്ടുപടിയായിട്ട് GIBനെ കാണുക. അപ്പോൾ അത് നല്ല രൂപത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എഫക്റ്റീവാണ്. ഞാനാണെങ്കിൽ പിന്നെ ബയോളജി തന്നെ NCERT വായിച്ചിട്ട് കുറേ ദിവസമായി. അപ്പം ഇനിയും അതൊക്കെ ഒരു ഓർഡറിലാക്കണം. വീണ്ടും പഴയതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വരണം. പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ പനിയുടെ ഒരു സീസണാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഹെൽത്ത് നോക്കണം, വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കണം. കാരണം നമുക്ക് ചെറിയൊരു പനി വന്നാൽ തന്നെ നമ്മുടെ മൊത്തത്തിൽ നമ്മൾ അഫക്റ്റ് ചെയ്യും. ഫിസിക്കലി ആയാലും പിന്നെ മെൻ്റലി ആയാലും എല്ലാം നമുക്കത് അഫക്റ്റ് ആവും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് പനിയൊന്നും വരാതെ മാക്സിമം നോക്കണം. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ കോഡോ ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ കോഡ് വല്ലതും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി. ആ ടൈപ്പ് ഓഫ് വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്തെ നോട്ട്സ്, എൻ്റെ കയ്യിലുള്ള നോട്ട്സ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ അത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.